ചക്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥകളാണ്. ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള സെന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ് 3 ചക്രം ആക്ടിവേറ്റ് ചെയ്താൽ 4 ഫ്രീ. അല്ലെ, ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്താൽ കുണ്ടലിനി ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതാണ്. നമ്മൾ സ്വാധിഷ്ഠാനത്തെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെ ഗുരുജി അത് വിശദീകരിച്ചിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത് മണിപൂരകത്തിലേക്ക്. മണിപൂരം എന്ന് പറഞ്ഞാൽ മാനുഷികമായ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ചക്രങ്ങളാണ് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം എന്നത്. അതിൽ മൂന്നാമത്തെ ചക്രമാണ് മണിപൂരം എന്ന് പറയുന്നത്. അപ്പോൾ മണിപൂരത്തിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് അഗ്നിയാണ്, ഫയറാണ്. അപ്പം നമുക്കുടെ ഉള്ളിലെ ജലരാഗ്നിയെ ജ്വലിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ എനർജിയെ ഉണ്ടാക്കിയെടുക്കുന്നതും എല്ലാം മണിപൂര ചക്രമാണ്. അപ്പോൾ മണിപൂര ചക്രത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയുമാണ് മണിപൂര ചക്രം എക്സ്റ്റേണലായിട്ടുള്ള തലത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെല്ലാം സ്ക്രിപ്റ്റഡാണ്. സാധാരണ ആളുകളെല്ലാം സ്ക്രിപ്റ്റഡാണ്. ഈ സ്ക്രിപ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഒരു സാധകൻ്റെ വഴി എന്ന് പറയുന്നത്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യേകമായിട്ടുള്ള വിശ്വാസമോ പ്രത്യേകമായിട്ടുള്ള ഇതുപോലെയുള്ള എവിടെയെങ്കിലുമൊക്കെ അള്ളി പിടിച്ച് കിടക്കുന്ന രീതികളോ ഒന്നും ഉണ്ടാവില്ല. അവൻ സ്വതന്ത്രനായിരിക്കും. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതം ആ ഒരു സ്ക്രിപ്റ്റുകളിൽ നിന്ന് സ്വതന്ത്രമായി ഒരു സാർവലൗകികമായ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ മണിപൂര ചക്രം ഓപ്പൺ ആയിരിക്കണം. അതോടൊപ്പം അതിന് വേണ്ട എനർജി സപ്ലൈ ചെയ്യുന്ന സെൻറ്ററും മണിപൂരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എനർജിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും എനർജിയെ സൃഷ്ടിക്കുന്നതും എല്ലാം മണിപൂര ചക്രമാണ്. അതുകൊണ്ടാണ് ജലരാഗ്നി ഉള്ള ഏരിയയിൽ അത് പിന്നെ മണിപൂര ചക്രത്തെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വയറിൻ്റെ സെൻറ്ററിലായിട്ട് പുക്കളിൻ്റെ 4 അംഗുലം മുകളിലാണ് മണിപൂര ചക്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഡൈജഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് അഗ്നി ജ്വലിക്കുന്നതും അവിടെയാണ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണല്ലോ നമ്മുടെ മറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമുക്ക് എനർജിയാക്കി മാറ്റുന്ന അവിടെയാണ്. അങ്ങനെ ആ എനർജിയാണ് നമ്മുടെ ഓരോ സെല്ലിനെയും നിലനിർത്തുന്നത്. നമ്മുടെ ലൈവാക്കി ജീവനോടെ നിലനിർത്താൻ ഉള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പം അവിടെയാണ് അതിൻ്റെ സയൻസ് പറയുന്നത്. ഇപ്പം നമ്മൾ സ്വാധിഷ്ഠാനത്തിന്റെ ജലതത്വം പറയുമ്പോൾ ജലവുമായിട്ട് നമ്മുടെ ശരീരം ബന്ധപ്പെട്ടിരിക്കുന്ന ഏരിയയാണ് ജലത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മുടെ നമ്മുടെ പൊക്കിളിന് 4 അംഗുലം താഴെയാണ് സ്വാധിഷ്ഠാനം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് ഈ സയൻസിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. കാരണം എല്ലാം വളരെ കൃത്യമായിട്ടുള്ള സയന്റിഫിക്കലി ആണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം മണിപൂരത്തിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറഞ്ഞ അവൻ്റെ ഇതേപോലെയുള്ള ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമൊക്കെ അവൻ ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ആ ഒരു പിന്നെ എബിലിറ്റി നേടുന്നു. അതുപോലെ തന്നെ അവന് ഒരു ഫുൾ എനർജിയോടെ ഈ ജീവിതത്തിൽ നിലനിൽക്കാനായിട്ടും അതുപോലെ ഏതൊരു കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചക്രമാണ് മണിപൂരം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കിപ്പം എന്താ പറയുക, ഒരു ബിസിനസ് തുടങ്ങണം. അതിൻ്റെ സ്വാധിഷ്ഠാനത്തിൽ അതിൻ്റെ ആശയമായി മൂലാധാരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ കണ്ടെത്തി. എന്നാലും ഇതിന് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ആ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാറണമെന്നുണ്ടെങ്കിൽ മണിപൂര ചക്രം ഓപ്പൺ ആണ്. സാധാരണക്കാരായിട്ടുള്ളവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം സത്യം പറഞ്ഞാൽ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പലരുടെയും തടസ്സങ്ങൾ, ഇപ്പൊ അവർക്ക് പല താല്പര്യങ്ങൾ കാണും, ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കണം. അപ്പൊ ഇത് എത്ര സയന്റിഫിക് ആയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നമ്മുടെ തൊഴിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഈവൻ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരു നല്ലൊരു ട്രാവൽ ചെയ്യണം. ഇപ്പോൾ ആളുകൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ട്രാവൽ ചെയ്യാൻ പലർക്കും പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ട ഒരു ആക്ഷൻ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ ഉള്ള മടിയുണ്ടാണ്. എല്ലാവരുടെ ലൈഫിലുള്ള പ്രശ്നമാണ്. തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ എവിടെ തുടങ്ങും? കാരണം പിന്നെ കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. തുടങ്ങിയാൽ അത് ശരിയാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ചക്രമാണ് സ്വാധിഷ്ഠാനം. അപ്പം നമുക്ക് ആ ആക്ഷൻ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം പണം ഉണ്ടാക്കാനുള്ള ആക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മണിപൂരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാധിഷ്ഠാനത്തിലേക്ക് വരുമ്പോൾ പണത്തെ ആകർഷിക്കുകയാണ്. പണത്തെ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ സ്വാധിഷ്ഠാനത്തിൽ നമ്മൾ ചെയ്യും. മൂലാധാരത്തിൽ നമുക്ക് പണം നമ്മളിലേക്ക് എത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പം സ്വാധിഷ്ഠാനത്തിലാണ് ശരിക്കും പണം നമ്മളിൽ എത്ര ഉണ്ടായാലും പലരും കണ്ടിട്ടില്ലേ, പണം ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അവർ ഭയങ്കര പിശുക്കന്മാരായിരിക്കും. ഒരിക്കലും ഈ പണം എന്ന് പറയുന്ന എനർജിയെ ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ അല്ല അതിനെ ആസ്വദിക്കാൻ അവർക്ക് പറ്റില്ല. അതിന്റെ അത് സ്വാധിഷ്ഠാനത്തിന്റെ ബ്ലോക്കാണ്. പണത്തെ നമുക്ക് ആനന്ദത്തിനായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നില്ല. പണത്തിലൂടെ ആനന്ദം വരുന്നില്ല. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വാധിഷ്ഠാനത്തിന്റെ ബ്ലോക്കാണ്. അതാണോ ചിലര് ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ബാങ്ക് ബാലൻസ് എപ്പോഴും അങ്ങനെ കാണും.
അതൊന്നും ഉപയോഗിക്കില്ല. അവരതൊന്നും ഉപയോഗിക്കും. അതിൽ നിന്ന് എന്താണോ ഈ പ്രപഞ്ചം നമ്മളോടൊക്കെ പറഞ്ഞു തരുന്നത്, അങ്ങനെയുള്ള ഒരു സന്തോഷങ്ങളും അവർക്ക് ഉണ്ടാവില്ല. ഈ പണം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ എനർജിയാണ്. അത് നമ്മുടെ ആനന്ദത്തിന് വേണ്ടി വേണം നമ്മൾ വിനിയോഗിക്കാൻ. അപ്പം അത് നമുക്ക് ആനന്ദമായി മാറണമെങ്കിൽ അത് സ്വാധിഷ്ഠാനം ഓപ്പൺ ആവണം. അതുപോലെ ആ ആനന്ദപരമായ ആ എനർജിയെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വർക്കുകൾ നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ മണിപൂരവും നമുക്ക് ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം വളരെ കണക്റ്റഡ് ആണ്. മാത്രം ആക്റ്റീവ് ആയിട്ടും കാര്യമില്ല. ഇല്ല അത് ഓരോന്ന് 1 by 1 ആയിട്ട് പോകണം. അതിപ്പോൾ റൂട്ട് ചക്ര ആക്റ്റീവ് ചെയ്തതിന് ശേഷം സ്വാധിഷ്ഠാനത്തിലേക്ക് കടന്ന്, സ്വാധിഷ്ഠാനത്തെ ആക്റ്റീവ് ചെയ്തതിന് ശേഷം സോളാർ പ്ലക്സസിലേക്ക് കടന്ന് അവിടെ അതിനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം അതിലേക്ക് കിടക്കാനായിട്ട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പല പിന്നെ ഇതുപോലെയുള്ള സെൻറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം, 3 ചക്രം ആക്ടിവേറ്റ് ചെയ്താൽ 4 ഫ്രീ. അല്ലെ, ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്താൽ കുണ്ടലിനി ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥകളാണ്. ഇപ്പം എൻ്റെ അടുത്ത് ചില ആളുകൾ വരാറുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്വാമിജി എൻ്റെ 2 ചക്രം ആക്ടിവേറ്റ് ചെയ്തു, ബാക്കി ചക്രങ്ങൾ പിന്നീട് വന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു, അതോടെ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അവർക്ക് ജീവിതം മുഴുവൻ ബ്ലോക്കുകളായി. വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് ഈ ചക്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറെ വീഡിയോകളിൽ ഈ ചക്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഈ മതങ്ങളെ പറ്റി പറയുന്ന പോലെ തന്നെയാണ്. മതങ്ങള് മതസ്ഥാപനങ്ങളായി പരിണമിച്ചപ്പോൾ അത് ബിസിനസ്സായി പലതും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഒരു പ്രാക്തനമായ സയൻസിനെ അല്ലെ അറിവിനെ വീണ്ടും ബിസിനസ് വൽക്കരിക്കുകയാണ്. Yasha Living, synchronizing the art, tactics and spirituality.